അതീ ഒന്ന് വേഗം ഇറങ്ങിക്കേ, എന്നിട്ട് അനുവിനെ കൂടെ ഒന്ന് വിളിച്ചുണർത്തിയേ. എന്താ? നീ ഒന്ന് വേഗം ഇറങ്ങ്, എന്നിട്ട് ആ കുട്ടിയെ ഒന്ന് വിളിച്ചുണർത്ത്. ഡാ എണീറ്റേ, നേരെ എത്രയെന്നറിയോ? അമ്മയുടെ ഇന്ന് കിട്ടണേനു എണീച്ചോ? ഒന്ന് കൈയിടിച്ചേ. ഒറ്റക്ക് എണീച്ചോ? എനിക്ക് കൊറോണയുണ്ട്. വേണ്ട, ഞാൻ അമ്മയടുത്ത് പറയും. അല്ല രമേശ, ഇന്ന് വീക്കിലി ഇല്ലേ? എത്തിയിട്ടില്ല, നാളെ ഉണ്ടാവും. കാലത്തെണ്ണീറ്റ കുട്ടികളെ സ്കൂളിൽ വിടാനെങ്കിലും ഒന്ന് സഹായിച്ചുകൂടെ? ആരോടാ ഞാനിതൊക്കെ പറയുന്നേ? നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. കുട്ടികൾ കാര്യങ്ങൾ സ്വയം ചെയ്തു പഠിക്കട്ടെ. എല്ലാത്തിനും ഞാൻ എന്താ പിന്നെ എപ്പോഴും എന്നെ ആശ്രയിച്ചാൽ നിൽക്കുക. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത്രയ്ക്ക് വലിയ തത്വജ്ഞാനിയാണെങ്കിൽ അകത്ത് വന്ന് ഭക്ഷണം ഉണ്ടാക്കി സ്വാശ്രിതനായിക്കൂടെ? തൽക്കാലം നീ ഒന്ന് പോ, ചെന്ന് കുട്ടികളെ കാര്യം നോക്ക്. ഇതാ പറഞ്ഞ, നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ ഓ ചട്നി സാമ്പാറും കൂട്ടി കഴിക്കടാ. പച്ച ദോശ എങ്ങനെ കഴിക്കുക? വേണ്ട, എനിക്ക് എരിയും. എരിവും പുളിയില്ലാണ്ട് എങ്ങനെ കഴിക്കുക? എന്താ അവൻ പറയുന്നേ? എപ്പോഴത്തെയും പോലെ ചട്നിയും വേണ്ട സാമ്പാറും വേണ്ട, അവന് എരിയുന്നാ പറയുന്നത്. കുറച്ച് എരിയുന്ന നല്ലതാ. ഇനിയും റെഡിയായില്ലേ? ബസ് വന്നു. അതുകൂടെ കഴിച്ചിട്ട് പോയാൽ മതി. അയ്യേ, ഞാൻ ടവല് തരാം. ഞാൻ കുളിക്കാൻ പോവാണേ. പിള്ളേർ നല്ലോണം കഴിച്ചിട്ടല്ലേ പോയത്? എന്ത് കഴിക്കല്? കൊണ്ടുപോയതെങ്കിലും മര്യാദയ്ക്ക് കഴിച്ചാൽ മതി. അനുവിൻ്റെ കാര്യം ഓക്കെയാ, ഒരു ഓംലെറ്റ് ഉണ്ടായാൽ മതി. അതിയുടെ കാര്യമാണ് ബ്രേക്ക് ടൈമിൽ നോട്ട്സും മറ്റുമൊക്കെ. ഈ ട്യൂഷനും കൂടി ആയപ്പോൾ പിള്ളേർക്കൊന്നിനും സമയമില്ലാണ്ടായി. കുട്ടികളുടെ അമ്മമാർക്കും സമയമില്ലാതായി. ജോലിയും കഴിഞ്ഞ് വന്ന് വീട്ടിലെ പണിയും കഴിഞ്ഞ് കുട്ടികളുടെ ഹോംവർക്കും കഴിഞ്ഞ്. ഇത് വല്ലോ ശിവൻ അറിയുന്നുണ്ടോ? ഇതാ ബക്കറ്റിലോട്ട് ഇട്ടേരെ.
സമയത്ത് ഇറങ്ങുന്നു, ഒരേ ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഒരുമിച്ച് തിരിച്ചു വരുന്നു. എന്നിട്ടും വേവലാതിയാ. അപ്പം മറ്റുള്ളവരുടെ കാര്യം പറയണോ? കോർപ്പറേറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ലൈഫ് ഈസ് കോർപ്പറേറ്റ്. വണ്ടി വിട്. ഓംബ്ലേറ്റ് ഇല്ലാത്ത ദിവസവും ഇല്ലല്ലോ നിനക്ക്. ഇത് എളുപ്പം ചെയ്യുന്ന പണിയല്ലേ. ഇതൊന്ന് തുറന്നാട്ടെ. എടി, ഒരു ബീഫ് കറിയുടെ മണം വരുന്നില്ലേ? ആ വരുന്നുണ്ട്. അല്ലേ? മുഫീദ, നീ ഒരു ദിവസം ബീഫ് ഫ്രൈ കൊണ്ടുവന്നേ. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ മണ്ടേ കൊണ്ടുവരാം. അച്ഛനോട് പറയേ വേണ്ടു, പിന്നെ അത് വാങ്ങി ഫ്രൈ ചെയ്തേ അടങ്ങും. ശരിക്കും കൊണ്ടുവരും. മഴക്കാലത്ത് അധികം വെള്ളം കുടിക്കണ്ട. വെള്ളം കുടിച്ചാൽ പിന്നെ മൂത്രം ഒഴിക്കാനേ സമയം കാണും. ക്ലാസ്സിൻ്റെ ഇടയിൽ ചോദിച്ചാൽ ടീച്ചർമാർ വിടില്ല കേട്ടോ. വിട്ടാലും ആ ഭാഗത്ത് പോകാൻ തോന്നില്ല. എപ്പോഴും ചെറു കുട്ടികളുടെ തിരക്കാം. അതെ, ഡെയിലി 8ഉം 10ഉം ക്ലാസ് വെള്ളം കുടിക്കണമെന്നല്ലേ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? പഠിക്കുന്നതൊന്ന് പകർത്തുന്നത് വേറൊന്ന്. ഞാൻ വീട്ടിലെതിരെ നല്ലോണം വെള്ളം കുടിക്കാറ്. ഇവിടുത്തെ ടോയ്ലറ്റിൽ പോകുന്നത് ആലോചിച്ചിട്ടോ. Water is found in ponds, lakes, rivers, seas and oceans. ഓ, സർക്കിട്ടൊക്കെ കഴിഞ്ഞ് എത്തിയോ? വെൽക്കം ശ്യാമിലി, സുസ്വാഗതം. നീ ആരാടി എന്നെ സ്വാഗതം ചെയ്യാൻ? നിനക്കെന്താ ഈ വീട്ടുകാര്യം? ഇറങ്ങിപ്പോടി, ഇറങ്ങാൻ. വിക്രം, ഇവിടെ എന്താ ഇറക്കി വിടാത്തെ? ഫോൺ കണ്ടോ? എന്താ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നേ? ആ സംശയം ഞാൻ തീർത്തു തരാം. അത് തുറന്നു വെച്ച് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാനുള്ള അവകാശം വിക്രമിനില്ല. നിനക്ക് ഓ, അപ്പൊ നീയാണല്ലേ എന്റെ മൊബൈൽ എടുത്തേ? ഞാനല്ല, ചേച്ചിയാ. അപ്പോഴേക്ക് നീ ഇതെടുത്തോ? ഞാൻ സോൾവ് ചെയ്തത് ശരിയാണോ നോക്കാൻ എടുത്തതാ. അമ്മയൊന്നും പഠിക്കാതെ കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പഠിത്തെല്ലാം ട്യൂഷൻ ക്ലാസ്സിന് കഴിഞ്ഞ്. എന്താ ഇവിടെ ഒരു സംഘർഷാവസ്ഥ? ഒന്നുമില്ല, ഇവൻ എൻ്റെ ഫോൺ എടുത്ത് വെച്ച് കളിക്കുകയായിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ വന്ന് ന്യൂസ് കാണും. തുടങ്ങാറായി. അയ്യോ, കറണ്ട് പോയി. പഠിക്കുന്ന സമയത്ത് പഠിക്കുക. മൊബൈലൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പ്രത്യേകിച്ചും അനുവിനോടാ. കഷ്ടപ്പെട്ട് പഠിച്ചാൽ നല്ലൊരു ഭാവി ഉണ്ടാവും. അച്ഛാ, നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ കഷ്ടപ്പാടിലുണ്ടായിരുന്നു. ട്യൂഷൻ, ഹോംവർക്ക്, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് എന്തൊക്കെയാ. പിന്നെ സ്കൂൾ ബസ്സിലിരുന്നുള്ള നാട് ചുറ്റിൽ. ട്യൂഷനും സ്കൂൾ ബസ്സും ഒക്കെ സൗകര്യങ്ങളല്ലേ ആദി? ഞങ്ങളൊക്കെ തിക്കും തിരക്കുള്ള ലൈൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കെല്ലാം കളിക്കാൻ സമയം ഉണ്ടായിരുന്നില്ലേ? കളിക്കാനായിരുന്നില്ല സമയം. പഠിപ്പ് കഴിഞ്ഞുള്ള സമയം അച്ഛനും അമ്മയും സഹായിക്കലായിരുന്നു. ഇനിയും കറണ്ട് പോവോ? എന്തായാലും പുറത്ത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നന്നായി ശ്രദ്ധിക്കുക. ഇന്നത്തെ കാല. ആദ്യം ആ പ്ലേറ്റ് കൂടെ എടുത്തോ.
അമ്മേ അമ്മേ വയറ് കണ്ടുക്കുന്നു. എന്തു പറ്റി? ഭക്ഷണം പിടിക്കാഞ്ഞിട്ടാണോ? അതല്ല അമ്മേ, പീരിയഡ്സിൻ്റെയാ. എന്നാ മോള് പോയി കിടന്നോ, ഞാൻ കഴിക്കോളാം. ഇതൊക്കെ നാച്ചുറലായി ഉണ്ടാവുന്നതല്ലേ? എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണമ്മ. ഇതിൽ പേടിക്കാൻ എന്താ ഉള്ളത്? എല്ലാ പെൺകുട്ടികൾക്കും വരുന്നതല്ലേ. മോള് ടി വി പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? ആവശ്യത്തിന് പാഡ് ബാഗിൽ കരുതിയാൽ മതി. ചോദിച്ചു പോയി പാഡ് മാറ്റണം. സ്കൂൾ ടോയ്ലറ്റിൽ എന്നും തിരക്കാമേ. KG മുതലുള്ള കുട്ടികൾ അവിടെ എന്നും. പോരാണ്ടൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലും ഇല്ല. നീ പറയുന്നൊക്കെ ശരിയാ. ബാ നടക്ക്. Silence! Why do you people shout in the class? Good afternoon, sit down. All of you take out your textbooks. Those who have brought, please stand up. Okay, you three, go out of the class. Ma'am, No more explanations. Just obey me. Go out of the class. Okay, students. In this chapter, you will learn about the changes that take place in human body, after which a person becomes capable of reproduction. The first topic is adolescence and puberty. അല്ല, ക്ലാസ്സിൽ എല്ലാ കുട്ടികളും പുസ്തകം കൊണ്ടുവന്നില്ലെങ്കിൽ ടീച്ചർ എല്ലാവരും പുറത്താക്കും. അത് ശരിയാ, ടീച്ചർ ബെഞ്ചിനെയും ഡെസ്കിനെയും പഠിപ്പിക്കേണ്ടി വരും. എന്ത് പറ്റി നിനക്ക്? നോട്ട് ഫീലിംഗ് വെൽ? പീരിയഡ്സ് പെയിൻ, ബ്ലീഡിങ്, മൂത്രമൊഴിക്കാൻ മുട്ടും. Silence! What is it, Alina? Why do you mama there? If you are not interested, don't come to the class, okay? Such a waste of time. Stand up. Come on, stand up, Athena. Come on, why do you talk there? എന്താ കുട്ടി ഉത്തരം പറയില്ലേ? ടീച്ചർ, മേ ഗോ ടു ടോയ്ലറ്റ്? നോ. ഫസ്റ്റ് ആൻസർ മീ. എന്താണ് അവിടെ ഇത്ര സംസാരം? നത്തിങ് ടീച്ചർ. ഓക്കേ, കം ആൻഡ് സ്റ്റാൻഡ് ഹിയർ. Come on, don't waste my time.
ആളനക്കം ഒന്നും കേൾക്കുന്നില്ലല്ലോ. ട്യൂഷൻ കഴിഞ്ഞ് ഇതുവരെ എത്തിയില്ലേ? ചേച്ചി എന്തേ മോനെ? ചേച്ചി വയ്യാണ്ട കിടക്കുക. എന്തുപറ്റി മോളെ? പനിക്കുന്നുണ്ടോ? വലിയ ചൂടൊന്നും ഇല്ലല്ലോ. ഈ സമയത്ത് ചെറിയ ടെമ്പറേച്ചർ ഉണ്ടാവും. മോള് വാ, വായിക്കുരിയായിട്ട് വല്ലതും കഴിച്ചാൽ കുറച്ച് ഭേദം ഉണ്ടാവും. എനിക്കിപ്പോൾ ഒന്നും വേണ്ട അച്ഛാ. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഇന്ന് ഫ്രൈഡ് ചിക്കൻ വാങ്ങിയത്. ബാ, ചൂടോടെ കഴിക്കാം. എനിക്കൊന്നും വേണ്ട അമ്മ, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. എന്നാൽ ഞാൻ ചുക്ക് കാപ്പി ഇട്ട് തരാം. കുറച്ച് ചൂട് പിടിച്ച സമാധാനം കിട്ടും. ഞാനിപ്പോൾ വരാം. ആ നീയോ? ഇന്ന് ഡയറക്ടർ ബോർഡ് ഉണ്ടായിരുന്നു. കുറച്ച് സമയം സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഓക്കെ, അത് നാളെ ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, ബൈ. മോള് കുറച്ചു നേരം കിടക്ക്, ഞാൻ വിളിക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം. നിങ്ങൾ കഴിച്ചോ? അത് വേണ്ട, നിനക്ക് വേണ്ടി വാങ്ങിയ സ്പെഷ്യലാ. അത് നീ ഇല്ലാതെ വേണ്ട. അതി, നീ ഒറ്റ പീസേ എടുത്തുള്ളൂ? ഇത് മതി. ഇതന്നെ എന്നാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നു.
നിന്റെ ഈറൻ കണം മൃദുവർണ്ണങ്ങൾ ചാലിക്കുമെന്നിൽ സൂര്യാഭയിൽ മുങ്ങുമേദോഷസിൻ രഹസ്യഹർഷം ചേരുമെന്നിൽ രാവിൽ നിലാവിൻ്റെ ഗൂഢസഞ്ചാരം ഉന്മാദിയാക്കുന്നൊരെന്നിൽ കൗമാരമേ ശോണരത്നാങ്കിതം നിന്റെ പൊന്നരഞ്ഞാണം കിലുങ്ങി ഹേമന്തമേ നവ്യമാം പൊൻചിറകോലുന്ന കൗതുകം പൊട്ടിവിരിഞ്ഞൊരൻ കണ്ണിൽ ഇന്ദ്രിയങ്ങൾ പൂത്തു കന്മദം ചാലിക്കും ഉന്മാദ സ്വപ്നം നിറഞ്ഞു ഏതോരതുക്കളൻ ചുണ്ടിൽ നിറച്ചോര പുഞ്ചിരിപ്പൂവിൻ്റെ ഉള്ളിൽ ജന്മങ്ങൾ പൂക്കുന്ന ദിവ്യമന്ത്രത്തിൻ്റെ ഏലസ്സുമെല്ലെ കിലുങ്ങി ഹേമന്തമേ നിന്റെ ഏറൻ കണം മൃദുവർണ്ണങ്ങൾ ചാലിക്കുമെന്നിൽ സൂര്യാഭയിൽ മുങ്ങുമേദോഷസിൻ രഹസ്യഹർഷം ചേരുമെന്നിൽ രാവിൽ നിലാവിൻ്റെ ഗൂഢസഞ്ചാരം ഉന്മാദിയാക്കുന്നൊരെന്നിൽ കൗമാരമേ ശോണരത്നാങ്കിതം നിന്റെ പൊന്നരഞ്ഞാണം കിലുങ്ങി ഹേമന്തമേ എങ്കിലുമേതോ നിഴൽ കാട്ടിലൂടെ ഞാൻ മെല്ലെ ചിറകടിക്കുമ്പോൾ പേരറിയാത്തൊരു മുൾച്ചിരിയെന്നിൽ മുറിവായി പടർന്നു നീറ്റുന്നു വിടരാൻ കൊതിച്ചോരൻ ചിറകിൻ്റെ അഴകുകൾ പതിയെ അടർന്നു വീഴുന്നു
പടരുന്നൊരീറൻ ചുവപ്പിൻ്റെ ഉള്ളിൽ ഞാൻ എന്നെ പൊതിഞ്ഞുണങ്ങുന്നു, ഞാൻ എന്നെ പൊതിഞ്ഞുറങ്ങുന്നു. എങ്കിലുമേതോ നിഴൽ കാട്ടിലൂടെ ഞാൻ മെല്ലെ ചിറകടിക്കുമ്പോൾ പേരറിയാത്തൊരു മുൾച്ചിരി എന്നിൽ മുറിവായി പടർന്നു നീറ്റുന്നു. വിടരാൻ കൊതിച്ചോരൻ ചിറകിൻ്റെ